നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പൊട്ടനും പൊട്ടും. പൊട്ടനും പൊട്ടും. ഇതൊരു മുഞ്ചാസൻ കഥയാണ്. മുഞ്ചാസൻ കഥ എന്ന് വെച്ചാൽ മുഞ്ചാസൻ എന്ന ഒരു സരസകാഥികൻ്റെ അനുഭവ കഥകൾ പറയുന്ന വിധത്തിലാണ് അയാൾ കഥകൾ പറയുക. അപ്പോൾ ഈ കഥയിലെ മുഞ്ചാസൻ്റെ അനുഭവമാണ്. ഒരിക്കൽ മുഞ്ചാസൻ ഒരു കപ്പൽ യാത്ര ചെയ്യുമായിരുന്നു. ആ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്. കുറച്ച് ദൂരേക്കാണ് അവർ യാത്ര പോകുന്നത്. അപ്പോൾ അതിൽ ആ കൂടെ ഉള്ള കൂട്ടുകാരുമൊത്ത് 20 പേര് കൂട്ടുകാരുണ്ട്. ആ 20 കൂട്ടുകാർ എല്ലാവരും അവരവർക്ക് ആകുന്ന വിധത്തിൽ ഭക്ഷണത്തിന് വേണ്ടതായ സാധനങ്ങളൊക്കെ ഈ കപ്പലിൽ നിറയ്ക്കും. അവർ തന്നെ ഉണ്ടാക്കും, കഴിക്കും. അങ്ങനെയാണ് യാത്രപ്പതിവ്. അത്തവണ 20 പേര് ചേർന്ന് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു മരമണ്ടൻ, അതാണ് പൊട്ടൻ എന്നും പറയുമല്ല, അങ്ങനെയുള്ളൊരു മരമണ്ടൻ വന്നു. മണ്ടശിരോമണിയാണ് കേട്ടോ അവൻ. മണ്ടശിരോമണി എന്ന് പറഞ്ഞാൽ മണ്ടന്മാരിൽ മണ്ടൻ, ഏറ്റവും വലിയ മണ്ടൻ. അതാണ് മണ്ടശിരോമണി. അവനെല്ലാവരും വിളിക്കണത് തന്നെ മണ്ടൂസ് എന്നാണ്. ഈ മണ്ടൂസും കയറി കപ്പലിൽ. മണ്ടൂസ് കയറിയപ്പോൾ മണ്ടൂസ് ഭയങ്കര തീറ്റ പ്രിയനാ. ബുദ്ധിയൊട്ടുമില്ലെങ്കിലും ഭക്ഷണം വേണം. അതും പ്രത്യേകിച്ച് പൊറോട്ട, മുട്ടക്കറി, ഇതാണ് അയാൾക്ക് വേണ്ട ഭക്ഷണം. അപ്പോൾ അയാൾ ഒരു 10-20 കിലോ മൈദ മാവ് എടുത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ 100-200 മുട്ടയും, കോഴിമുട്ടയായിട്ട് കുറേ മുട്ടയും കിട്ടി. ആ മുട്ടയും കൂടി എടുത്തു. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. മറ്റുള്ളവർ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, നമുക്കുണ്ടാക്കാം, അയാൾ പൊറോട്ട ഉണ്ടാക്കി തരണമെങ്കിൽ നിന്നോട്ടെ എന്നും വിചാരിച്ച് കയറി. അങ്ങനെ കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ പോയി, ഇവിടുത്തെ യാത്ര പോയി. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ആഹാരം 3-4 പേര് കൂടി എല്ലാവർക്കുള്ള ആഹാരം ഉണ്ടാക്കും. മറ്റുള്ളവരൊക്കെ കാറും കോളും ഒന്നും ഇല്ലാതെ ശാന്തമായ കടലിൽ കൂടെ ഇങ്ങനെ നല്ല സുഖകരമായ കപ്പൽ യാത്ര. അപ്പോൾ മുഞ്ചാസനാണ് അതിൽ വളരെ എല്ലാവരും സരസമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ഒരു മുഷിച്ചിലില്ലാണ്ട് എല്ലാവരെയും കൊണ്ടു നടക്കുന്നത് മുഞ്ചാസനാണ്. അപ്പോൾ മുഞ്ചാസൻ്റെ കഥകൾ കേട്ട് ഇങ്ങനെ എല്ലാവരും കപ്പലിൻ്റെ മേൽത്തട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 8-10 ദിവസം കഴിഞ്ഞു. കപ്പൽ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അന്തരീക്ഷമൊക്കെ വളരെ നല്ല ക്ലിയർ അന്തരീക്ഷം. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് കപ്പലിൻ്റെ അടിത്തട്ടിൽ നിന്ന് അയ്യോ, കപ്പലിന് ഓട്ട വീണേ, കപ്പലിലേക്ക് ഇതേ വെള്ളം കയറണോ, കപ്പലിനകത്തേക്ക് വെള്ളം കയറണോ, വേഗം വരൂ എന്ന്. അപ്പം ഈ മുകളിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് കപ്പലിൻ്റെ കടലിൽ കൂടെ പോകുമ്പോൾ 4 പുറമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അന്തരീക്ഷവും ആകാശമൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുന്നവരൊക്കെ ചടുപിടുത്തന്നെ ഇറങ്ങി വേഗം കപ്പലിൻ്റെ താഴെ അടിത്തട്ടിലേക്ക് എത്തി. അടിത്തട്ടിലെത്തുമ്പോൾ അവിടെ കാണാതെ എന്താ കുറ്റി പോലെ ഇങ്ങനെ വെള്ളം അടിയിൽ നിന്ന് ചീറ്റി വരിക. ഒരു ഓട്ടയുണ്ടായിട്ടുണ്ട് അവിടെ കപ്പലിൻ്റെ അടിത്തട്ടിലായിട്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോഴേ ഈ ഓട്ട വലുതായി. ആ കപ്പൽ പയ്യെ നിലയ്ക്ക് വെള്ളം ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാകഷ്ടവും. കപ്പൽ മുങ്ങിപ്പോയില്ലേ. വേഗം നോക്കി മുഞ്ചാസൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? മുഞ്ചാസൻ വേഗം അവിടെ പോയിട്ട് ഈ ഓട്ടയുടെ അപ്പം പൂക്കുറ്റി പോലെ കയറി വരണുള്ളൂ. അവിടെ കയറി വന്ന് വെള്ളം ചീറ്റി വരണേൻ്റെ അവിടെ അതിൻ്റെ മുകളിലങ്ങോട്ട് കയറി ചമ്പറപ്പടിയിട്ട് അവിടെയായിരുന്നു. അപ്പോൾ ആ ഓട്ടം നടഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയായില്ല, തൽക്കാലം ഇപ്പം വെള്ളം വരുന്നില്ല എന്നുള്ളൂ, കയറിയ വെള്ളമൊക്കെ മുക്കി കളയും. അതോടൊപ്പം ഈ ഓട്ട അടച്ച് വയ്ക്കാവുന്ന വിധത്തിൽ മരം കൊണ്ടുള്ള ഒരട്ടപ്പ് ഉണ്ടാക്കി വേഗം, എന്നിട്ട് ഇത് അടച്ച് വെച്ചാൽ അടിയിൽ നിന്ന് വെള്ളം കയറി വരാണ്ടിരിക്കുള്ളൂ എന്നാണ്. അപ്പം ഇയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് ഒരു മരാശരി ഉണ്ടായിരുന്നു. ആ മരപ്പണിക്കാരൻ എന്ത് ചെയ്തു എന്നറിയാമോ? വേഗം ഈ കപ്പലിനെ അടയ്ക്കാനായിട്ട്, ഈ ഓട്ട അടയ്ക്കാനായിട്ട് പാകത്തിനുള്ള ഒരു അടപ്പുണ്ടാക്കി. ആ അടപ്പുണ്ടാക്കിയിട്ട് അങ്ങനെ വേഗം ഉണ്ടാക്കി കഴിഞ്ഞ് വന്ന മുഞ്ചാസക്കട്ട എണീറ്റോട് കൂടിയിട്ട് ആ ദ്വാരം അടപ്പ് കൊണ്ട് കറക്റ്റായിട്ട് അങ്ങ് അടച്ചു. അപ്പോൾ വെള്ളം ചീറ്റി വരുന്നതും നിൽക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. എല്ലാവരും മേൽത്തട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിരുന്നു.
അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മണ്ടൂസ് ഉണ്ടല്ലോ, മണ്ടൂസല്ലേ ഒരുപാട് പൊറോട്ട ഉണ്ടാക്കാനുള്ള മൈദയും മുട്ടയൊക്കെ കൊണ്ട് കയറിയിരിക്കണേ. ആ മണ്ടൂസ് മാത്രമേ താഴ്ത്തുണ്ടായിരുന്നുള്ളൂ ഈ കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങിയിട്ട്. അയാളപ്പോൾ പറഞ്ഞത് കൊണ്ടാണ് എല്ലാവരും രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ കപ്പൽ മുങ്ങിപ്പോയേനെ. അപ്പോൾ ഈ മണ്ടൂസിനോട് മുഞ്ചാസൻ ചോദിച്ചു, അപ്പോഴേ മണ്ടൂസേ എങ്ങനെയാണ് ഈ കപ്പലിൽ വെള്ളം കയറാൻ പാകത്തിന് ഒരു ഓട്ട വന്നുല്ലോ, അതെങ്ങനെയാണ്? നീ മാത്രമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, നിനക്കറിയാമോ അതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ള കാര്യത്തെപ്പറ്റി? അപ്പോൾ ഈ മണ്ടൂസ് പറഞ്ഞു, അതെനിക്കറിയാം, അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്താ കാരണം? ഞാൻ കുറേ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരു മുട്ട മരംകൊത്തിയുടെ മുട്ടയായിരുന്നു. ആ മുട്ട അങ്ങോട്ട് വിരിഞ്ഞു. മരംകൊത്തിയുടെ മുട്ട വിരിഞ്ഞ മരംകൊത്തിയാണ് ജനിച്ചത്. മരംകൊത്തി ജനിച്ചപ്പോൾ കപ്പലങ്ങോട്ട് കൊത്തിപ്പൊളിച്ചു. അപ്പോൾ ഓട്ട വന്നു. അയ്യോട്ടാ, അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടായേ. മരംകൊത്തിയുടെ മകൻ മരംകൊത്തിയുടെ കുഞ്ഞ് പിന്നെ മരം കൊത്തില്ലേ, അങ്ങനെ കൊത്തിയിട്ട് ആ കപ്പലിന് ഓട്ട വീണ് എന്ന് പറഞ്ഞ് ഇപ്പം എപ്പോഴെടുത്ത് വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വിചാരിച്ചു മുഞ്ചാസൻ. അപ്പം തോന്നി വെള്ളത്തിലേക്ക് കടലിലേക്ക് വീണാൽ ഇപ്പം പൊതി കഴുകുള്ളൂ, കാരണം ഇവനൊരു ബുദ്ധിയില്ല, ഒന്നുമില്ല, ഇവരുടെ തലയ്ക്കകത്തൊന്നുമില്ല. അതുകൊണ്ട് അവരെ ഏതായാലും അവിടേക്ക് കടലിലേക്ക് ഇടണ്ട എന്നിങ്ങനെ വെച്ചു. അങ്ങനെ പോയി. അങ്ങനെ ഈ പൊട്ടനെയും കൊണ്ട് ഇവർ പിന്നെ യാത്ര ചെയ്ത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വിചാരിച്ചാൽ കുറേ ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നോക്കി, ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. വിളിച്ചു പറഞ്ഞു കൂട്ടത്തിൽ വേഗം കപ്പലിൻ്റെ തൽക്കാലം കെടുതിയൊന്നുമില്ലെങ്കിലും ഈ പൊറോട്ടയുടെ കാര്യം, പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ മുട്ടയൊക്കെ ഇവിടെ കൂട്ടി വെച്ചേക്കായിരുന്നു. ആ മുട്ടയിൽ ഒരെണ്ണമാണ് വിരിഞ്ഞെന്നുള്ള കാര്യം, മരക്കൊത്തിയായതെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ പൊറോട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ മുഞ്ചാസന് വേറെ ഒരു കാര്യം ഓർമ്മ വന്നു. പണ്ടൊരിക്കൽ മുഞ്ചാസൻ യാത്ര ചെയ്തേക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആൾതാമസമില്ലാത്തൊരു ദ്വീപിൽ ചെന്നു. അപ്പോൾ ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും കാണാനില്ല. നമ്മളാരും ഇല്ലയെന്ന് വിചാരിച്ചാൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വല്ല മനുഷ്യരെ പിടിച്ച് തിന്നണ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കഷ്ടാവില്ലേ എന്ന് വിചാരിച്ചു. എന്നിട്ട് പതുക്കെ പതുങ്ങി കുറച്ചുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പൊറോട്ട വിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു. പൊറോട്ട വിൽക്കുന്ന സ്ഥലം എന്ന് എഴുതിയിട്ടുണ്ട് കടയിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ മറ്റൊരു ബോർഡും കൂടി, സ്ത്രീകളുടെ ആവശ്യത്തിനനുസരിച്ച് പല നിറങ്ങളിലുള്ള പൊറോട്ട കിട്ടും എന്നായിരുന്നു. അപ്പോഴാണ് മുഞ്ചാസന് സംശയം തോന്നി, ഇതെന്താ ഇവിടെ പൊറോട്ട പല നിറത്തിലോ, പൊറോട്ട ഒരുപോലെയല്ലേ ഇരിക്കുക എല്ലാം പൊറോട്ടകൾ, ഇത് പല നിറത്തിൽ, അതും സ്ത്രീകൾക്ക് പറ്റിയ വിധത്തിൽ പൊറോട്ട, അതെന്തൊരു കഥയത് എന്ന് വിചാരിച്ചു. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പച്ചയുണ്ട്, നീലയുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, പലതരത്തിലുള്ള വയലറ്റൊക്കെ ഓറഞ്ച് കളറൊക്കെ പൊറോട്ടകൾ. അപ്പോൾ ഇതെന്താ ഈ പല നിറത്തിലുള്ള പൊറോട്ട എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ എന്താ പൊറോട്ടയൊക്കെ നല്ല രസം, പൊറോട്ട സാധാ പൊറോട്ട തന്നെ, പക്ഷെ നിറത്തിന് മാത്രം അങ്ങനെ വ്യത്യാസമുണ്ട്, പല നിറങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ആ കടയുടെ പുറകിൽ നിന്ന് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നത് എങ്ങനെ വെച്ചാൽ അതിന് ഒരു 150 കിലോ ഭാരമുണ്ട്, അത്രയ്ക്ക് വണ്ണമുള്ളൊരു തടിച്ച് സ്ത്രീ. അത് ഇവരെ അങ്ങോട്ട് കണ്ട വഴിക്ക്, അപ്പച്ചാ ഓടി വാ, അതേ മനുഷ്യർ വന്നേക്കണു, നമുക്ക് വേഗം പിടിച്ച് കറി വയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് അപകടം മനസ്സിലായോടുകൂടിയിട്ട് ഇങ്ങനെ ഓട്ടി കപ്പലിലേക്ക് തിരിച്ച് ഓട്ടി വരണ സമയത്ത് അവർ അപ്പനും മോളും കൂടിയിട്ട് 17 വലിയൊരു തടിയന വന്ന്. അപ്പോൾ ആ കപ്പലിലേക്ക് കയറി കഴിഞ്ഞാൽ കപ്പലങ്ങോട്ട് കരയിൽ അങ്ങോട്ട് വിട്ട് കടലിലേക്ക് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 2 പേര് വെള്ളത്തിലിറങ്ങി നിന്ന് ഇവരെ പിടിച്ച് കറി വയ്ക്കാൻ കിട്ടാത്ത ദേഷ്യത്തിന്. അപ്പം നോക്കിയപ്പോൾ ആ തടിച്ചിയുടെ നെറ്റിയിൽ ഒരു നീല നിറത്തിലുള്ള ഒരു പൊറോട്ട, അതാണ് പൊട്ട്, ഭയങ്കര വലിപ്പമുള്ളൊരു പൊട്ട്, ഒരു പൊറോട്ടോളം വലിപ്പമുള്ളൊരു പൊട്ട് അതിലുള്ള നെറ്റിയുമ്പോൾ നല്ല കറക്റ്റ് പാകം. അപ്പം മുഞ്ചാസന് മനസ്സിലായി, അവിടെ ഈ വിൽക്കാൻ വച്ചേക്കണ എല്ലാ പൊറോട്ടകളും ഇതുപോലെ സ്ത്രീകൾക്ക് പൊട്ടിനുള്ളതാവും, അവിടെ ഉള്ളതൊക്കെ അസുര സ്ത്രീകളാണ്, ഈ മാതിരി തട്ടിച്ചിയുടെ കൂട്ടുകാരായിട്ടുള്ള സ്ത്രീകളാണ്. അതാണ് സ്ത്രീകൾക്ക് പറ്റിയ നിറമുള്ള പൊറോട്ടകൾ
എന്ന് എഴുതി വെച്ചേക്കണം എൻ്റെ കാര്യം. വേഗം ജീവനും കൊണ്ട് കടലിൽ അവർ പോരുകയും ചെയ്തു. അങ്ങനെ ആ ഒരു യാത്രയിൽ മുംജാസിന് ഒരു പൊട്ടനെ കപ്പലിനകത്തും കിട്ടി, അടുത്തുള്ള ദ്വീപിൽ ഒരു പൊട്ട് തുടർന്നൊരു പൊട്ടിയെയും കിട്ടി. അങ്ങനെ പൊട്ടനും പൊട്ടും അത് രണ്ടും അനുഭവമായി വന്നു മുംജാസിന്. ഇതാണ് ഇന്നത്തെ കഥ, പൊട്ടനും പൊട്ടും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.